ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നല്ലൊരു പേഴ്സണാലിറ്റി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല പോലെ ഒരു സ്മൈൽ ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ എവിടെ പോകുമ്പോഴും ഈ മുഖമൊക്കെ കയറ്റി പിടിച്ചിരിക്കാതെ നല്ലൊരു സ്മൈലോടുകൂടി നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് പൊതുവേ ഇഷ്ടം, അല്ലേ? നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ബോഡി പോസ്ചർ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല തല ഉയർത്തി പിടിച്ച് തന്നെ നല്ല കൂനിക്കൂടിയൊന്നും നടക്കാതെ നല്ല ഒരു പോസ്ചറോട് കൂടി നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം, നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഒരുപാട് സംസാരിച്ചു കൂട്ടാതെ പറയുന്ന കോണ്ടൻറ്റ് നല്ലതായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ആൾക്കാരോട് ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. ലൈക്ക് നമ്മൾ കുറേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇപ്പം പൊതുവേ ഇപ്പോൾ ആൾക്കാർക്കുള്ളതാണ്, നമ്മൾ കാണുമ്പോഴത്തേനും ഒരു ബോഡി ചേഞ്ചസ് ഉണ്ടെങ്കിൽ തടിച്ചല്ലോ, മെലിഞ്ഞല്ലോ, മുടി പോയല്ലോ, അങ്ങനെ ആൾക്കാർക്ക് ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോകുമ്പോഴും പങ്ക്ച്വലായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ സമയം മാത്രമല്ല, നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പങ്ക്ച്വലായിട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് സംസാരിക്കുന്നതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവർ പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അയാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫേസ് ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അതല്ലാതെ നമുക്കിത് കേട്ടിട്ട് മടുത്തു എന്നുള്ളൊരു ഫേസ് നമ്മൾ വെക്കരുത്. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഗുണമല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സംസാരത്തിൽ കുറച്ച് ഹ്യൂമറൊക്കെ ഇട്ട് സംസാരിച്ചാൽ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് പ്രൊഡക്റ്റീവ് ആവാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നതും ഒരുപാട് ദുഃഖം വരുമ്പോഴും എല്ലാം പോസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാം പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ സ്റ്റെയർ ചെയ്യുന്നത്, അതായത് അവരെ തന്നെ നോക്കുന്നത് ഒഴിവാക്കുക, അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക. നമ്മൾ ചിലപ്പോൾ ഒത്തിരി ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അവർക്കത് ഇഷ്ടമാവണമെന്നില്ല. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാം, പക്ഷെ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതെ നല്ലൊരു പോസിറ്റീവ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും ഒരു പോസിറ്റീവ് ഇഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നവരെ ആൾക്കാർക്ക് നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരാളോട് മാത്രം സീക്രറ്റ് പറയുക. പിന്നെ ആരെങ്കിലും നമ്മളോട് സീക്രറ്റ് പറയാൻ ശ്രമിച്ചാൽ ഒരു പുഞ്ചിരിയോടുകൂടി അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അത് മറ്റുള്ളവർക്ക് ഒഫെൻസീവായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേര് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമ്മൾ അവരുടെ പേര് ഓർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെപ്പറ്റി നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാവാൻ വേണ്ടി ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈ അടക്കി വയ്ക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത തലചൊറിയുക, അതുപോലെ മുഖത്ത് അവിടെ ഇവിടെയും പിടിക്കുക, കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ ഒരു ചെറിയൊരു മോർണിംഗ് റുട്ടീൻ്റെ ഒപ്പം നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സുമാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കോണ്ടൻറ്റ് ഒത്തിരി ഇനിയിപ്പം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.